യുദ്ധതന്ത്രങ്ങൾ അത്ര വശമില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊപ്പം സമരങ്ങളിൽ പങ്കെടുത്ത് ജീവൻ ബലിയർപ്പിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ ഒഴികെയുള്ള പോരുകളിൽ പങ്കെടുത്തിരുന്നു. ബദർ യുദ്ധവേളയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ റുഖയ്യ ബീവി രോഗിണിയായതിനാൽ അവരെ പരിചരിക്കണമെന്നും ബദരീങ്ങളുടെ മഹത്വം ലഭിക്കുമെന്നും നബി തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഉറപ്പ് നൽകിയിരുന്നു. തദ്വാരാ ബദറിൽ പങ്കെടുത്തില്ലെങ്കിലും ബദരീങ്ങളുടെ ഗണത്തിലായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു എണ്ണപ്പെടുന്നു. ബദറിൽ വിജയിച്ച് സഹാബത്ത് മദീനയിൽ തിരിച്ചെത്തിയ ദിവസം റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി കഴിഞ്ഞിരുന്നു. തൻ്റെ പ്രാണപ്രേയസിയുടെ വിരഹവും ബദറിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ സാഹചര്യവും ഓർത്തപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദുഃഖം ശതഗുണീഭവിച്ചു. ബദരിയായി പരിഗണിക്കുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഗ്ദാനം ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ധൈര്യപ്പെടുത്തി സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ വഫാത്തോടെ നബി തങ്ങളുടെ കുടുംബവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിലുള്ള ഖേദത്തിലായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. വിവരമറിഞ്ഞ നബി തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു: യാ ഉസ്മാൻ, ഹാദാ ജിബ്രീലുൻ യുഖ്ബിറുനി അന്നല്ലാഹ ഖദ് സവ്വജക ഉമ്മ കുൽസൂം. അല്ലയോ ഉസ്മാനെ, എൻ്റെ മകൾ ഉമ്മ കുൽസൂമിനെ താങ്കൾക്ക് തസ്വീജാക്കണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു തആല എന്നെ ബോധിപ്പിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പുത്രിമാരെ പരിണയിച്ചതിനാൽ ഇരട്ടപ്രകാശമെന്ന അപരനാമത്തിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടത്. ഒരു നബിയുടെ 2 പുത്രിമാരെ വേൾക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാതെ ലോകത്തൊരാളെയും ഭാഗ്യം തുണച്ചില്ല. വിത്ർ നിസ്കാരത്തിൽ ഖുർആൻ മുഴുവനും ഓതിത്തീർക്കുന്ന സൂര്യ തേജസ്വിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഖുർആൻ ഒരു നൂറും ഖിയാമുൽ ലൈൽ അഥവാ രാത്രി നിസ്കാരം മറ്റൊരു നൂറുമാണ്. ഇങ്ങനെ പ്രകാശങ്ങളെയും നിത്യമായി പാലിച്ചതിനാലും ദുന്നൂറൈൻ എന്ന നാമത്തിന് അവിടുന്ന് അർഹനായി എന്ന് പണ്ഡിതന്മാർ പറയുന്നു.